ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജയ്ഷെ മുഹമ്മദ് എങ്ങനെയാണ് തന്ത്രങ്ങൾ മാറ്റിയത്? എന്തുകൊണ്ടാണ് അവർ വനിതാ വിഭാഗത്തിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്? വലിയ ചോദ്യമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ ഭർത്താവിൻ്റെ കൊലയ്ക്ക് പകരം വീട്ടാൻ വേണ്ടിയിട്ട് വനിതാ ചാവേറുകളെ ഒരുക്കിയെടുക്കാൻ മസൂദ് അസറിന്റെ സഹോദരിയായിട്ടുള്ള സാദിയ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഭീകരവാദത്തിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ഇവർ 40 മിനിറ്റുള്ള ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിന് 500 രൂപ ഫീസ് വാങ്ങിച്ച് അതിനെ പഠിപ്പിക്കുന്നു. ജയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ മെനയുന്നു. ഈ വനിതാ വിഭാഗത്തെ അല്ലെങ്കിൽ വനിതകളെ തന്നെ ഈ സായുധ ജിഹാദിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഉറച്ച കടുത്ത തീരുമാനവുമായിട്ട് ഈ ജിഹാദികൾ അല്ലെങ്കിൽ അസർ എത്തപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ അടിച്ച് നിലംപരിശാക്കിയിട്ടുള്ള ജയ്ഷെ മുഹമ്മദ്, ആ ജയ്ഷെ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന സംഘടന തലപൊക്കാൻ കഴിയാതെ വണ്ണം തകർന്നു പോയൊരു സംഘടനയായിരുന്നു. പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ മർക്കസ് സുബാനുള്ളയിലെ ആസ്ഥാനം, ആ ആസ്ഥാനം ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായെന്ന് മാത്രമല്ല, അന്ന് ആ ജയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസറിന്റെ നിരവധി കുടുംബാംഗങ്ങളും അതിനകത്ത് കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ മസൂദ് അസർ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരിപ്പുണ്ട്. എന്തായാലും തിരിച്ചടികൾ ഏറ്റതിനെ തുടർന്ന് തന്ത്രങ്ങൾ പുനരാവിഷ്കരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീകരവാദ സംഘടനയായിട്ടുള്ള ജയ്ഷെ മുഹമ്മദ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ വനിതാ വിഭാഗം ജമാഅത്തുൽ മുമിനാത്ത് എന്ന് പറയപ്പെടുന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് ജയ്ഷെ മുഹമ്മദ് ഒരു പ്രഖ്യാപനം ഈ മാസം ആദ്യം നടത്തുകയുണ്ടായി. അതേ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വം എന്ന് പറയപ്പെടുന്നത് ഇതേ മസൂദ് അസറിന്റെ സഹോദരിയായിട്ടുള്ള സാദിയ അസറിന് നൽകുകയും ചെയ്തു. വലിയ കോഴ്സുകളൊക്കെയാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. വനിതകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭീകരവാദം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഓൺലൈൻ ക്ലാസ്സുകളാണ് അവർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. ജയ്ഷെ മുഹമ്മദ് തങ്ങളുടെ മറ്റൊരു വിഭാഗമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ജമാഅത്തുൽ മുമിനാത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് വളരെ വലിയ രീതിയിലാണ്. ഇതിന്റെ ഭാഗമായിട്ട് പ്രതിദിനം ഏകദേശം 40 മിനിറ്റ് ദൈർഘ്യമുള്ള തുഫുൽ അൽ മുമിനാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ആരംഭിക്കുന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 8 മുതൽ ആരംഭിക്കുന്ന ഈ കോഴ്സിലൂടെ ഈ ഭീകരവാദ സംഘടനയ്ക്ക് അവരുടെ സ്ത്രീകളെ ആകർഷിക്കുവാനും ഒപ്പം തന്നെ പരിശീലനം നൽകുവാനും ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നയിക്കുന്നത് ജയ്ഷെ മുഹമ്മദ് തലവനായിട്ടുള്ള മസൂദ് അസറിന്റെ സഹോദരിയായിട്ടുള്ള സാദിയ അസർ, സമേറ അസർ എന്നിവർ ചേർന്നിട്ടാണ്. കൂടാതെ ഇതിനകത്ത് ഈ പുൽവാമ ഭീകരാക്രമണ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഉമർ ഫാറൂഖിന്റെ ഭാര്യ അഫ്രീന ഫാറൂഖും ഇതിൽ ക്ലാസ് എടുക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഈ കോഴ്സിൽ ചേരാൻ 500 രൂപയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഭീകരവാദ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകത. അപ്പോൾ ഐസിസ് നമുക്കറിയില്ല, ഈ ISSുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും ഒക്കെ, ഒപ്പം തന്നെ വേറെ തീവ്രവാദ സംഘടന LTT ഈ തുടങ്ങിയ സംഘടനകളിലേക്ക് മാതൃകയാക്കി ഒരു വനിതാ സേനയെ കെട്ടിപ്പടുക്കുക എന്നതാണ് ജയ്ഷെയുടെ പ്രത്യേകത, അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സായുധ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുവാനുള്ള സാധ്യത ഇതിനകത്ത് വർദ്ധിക്കാൻ പോകുന്നു. നമുക്കറിയാം, LTT ഒക്കെ അത്തരത്തിൽ ചാവേർ പടകൾ ഉണ്ട്, വനിതകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സായുധ സേനകൾ ISSലുണ്ട്, ഹമാസിലുണ്ട്, ഈ പറയുന്ന LTTയിലുമുണ്ട്. അപ്പോൾ പരമ്പരാഗതമായിട്ട് സ്ത്രീകളെ ഏർപ്പെടുത്തുന്നതിനോട് വിമുഖത കാണിച്ചിരുന്ന സംഘടനയാണ് പലപ്പോഴും ജയ്ഷെ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന സംഘടന. എന്നാൽ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഈ സുരക്ഷാ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുവാനും പ്രചാരണ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വനിതകളെ ഉപയോഗിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത് ഇവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിലാണ് ഈ ബഹാവൽപൂർ, കറാച്ചി, കൂടാതെ മുസാഫറാബാദ് എന്നീ സ്ഥലങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കപ്പെടുന്ന സ്ത്രീകളെയും ഭീകര കമാൻഡർമാരുടെ ഭാര്യമാരെയും ലക്ഷ്യമിട്ടുള്ള ഒരു പരിപാടിയാണ്, റിക്രൂട്ട്മെന്റ് ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ നീക്കം സത്യത്തിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. ജയ്ഷെ തലവൻ അസർ മുഹമ്മദ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത്
എന്തുകൊണ്ടാണ് എന്നുള്ള ആശങ്കയിലേക്ക് ലോകം പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ മെയ് 7 പാക് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉള്ളിൽ കടന്നുകൊണ്ട് ബഹാവൽപൂരിൽ ഇന്ത്യൻ സേന കടന്നാക്രമിച്ചതിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആക്രമണത്തിൽ അന്ന് ഈ സാദിയ അസറിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു. ഭീകര സംഘടനയുടെ ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് മൗലാന മസൂദ് അസറിന്റെ പേരിൽ പുറത്തിറക്കിയ കത്തിൽ ഒരു വനിതാ വിഭാഗം രൂപീകരിച്ച വിവരം പരസ്യമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബഹാവൽപൂരിൽ ഒക്ടോബർ 8-ാം തീയതിയാണ് ഈ യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിന്റെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്. അവിടെ ബഹാവൽപൂർ ആവട്ടെ, കറാച്ചി ആവട്ടെ, മുസഫറാബാദ് ആവട്ടെ, കോട്ടി, ഹരിപ്പൂർ, മാൻസഹ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ സംഘടനയുടെ കേന്ദ്രങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയും അവരുടെ പ്രവർത്തകരെയും അവരുടെ ഭാര്യമാരെയും ഒക്കെ ഈ വനിതാ വിഭാഗത്തിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ താഴെ തട്ടിലുള്ള നിയമനം, ആശയപ്രചരണം, മനഃശാസ്ത്രപരമായിട്ടുള്ള യുദ്ധം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന സംഘടന വനിതാ വിഭാഗത്തിനായിട്ട് പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഈ ലക്ഷ്യം നിറവേറ്റാൻ സാമൂഹ്യ മാധ്യമങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ചില മദ്രസകളുടെ ശൃംഖലകൾ എന്നിവ വഴി ജമാഅത്ത് ഇൽ മുമിനാത്ത് എന്ന് പറയപ്പെടുന്ന സംഘടന പ്രചരണം വളരെ ശക്തമായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സൈനിക നടപടികളിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായിട്ട് ഒഴിവാക്കി പോകുന്ന ഒരു സംഘടനയായിരുന്നു, തീവ്രവാദ സംഘടനയായിട്ട് കൂടിയും ജെയ്ഷെ മുഹമ്മദ്. ആദ്യമായിട്ടാണ് അവർ ഈ വനിതാ വിഭാഗം രൂപീകരിക്കുന്നതും അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നതും. അപ്പോൾ ഈ പുതിയ നീക്കം എന്ന് പറയപ്പെടുന്ന ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ നൽകിയ ഒരു വലിയ ചുട്ട മറുപടി ഉണ്ടായിരുന്നു. അപ്പോൾ ശക്തമായ ആ തിരിച്ചടിക്ക് ശേഷമുള്ള തന്ത്രപരമായിട്ടുള്ള വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത്. മസൂദ് അസറും സഹോദരൻ തൽഹ അൽ സെയ്ഫും ചേർന്നാണ് ഇത്തരത്തിലൊരു വനിതാ വിഭാഗത്തിനെ രൂപീകരിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പരമ്പരാഗതമായിട്ട് ഈ സായുധ ജിഹാദിലോ ഏറ്റുമുട്ടൽ ദൗത്യങ്ങളിലോ ഒന്നും സ്ത്രീകളെ ജെയ്ഷെ മുഹമ്മദ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപുണ്ടായിരുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ നിലപാടിൽ നിന്നുള്ള കാതലായിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ അസൂദ് മസർ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ മസൂദും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനുമൊക്കെ ചേർന്നുകൊണ്ട് തൽഹ അൽ സെയ്ഫും സംയുക്തമായിക്കൊണ്ടാണ് വനിതാ ബ്രിഗേഡ് സ്ഥാപിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ISS ഉണ്ടാവും, ഈ ബോക്കോ ഹറാം, ഹമാസ്, LTT എന്നിട്ടുള്ള ഭീകര ഗ്രൂപ്പുകൾക്കൊക്കെ ഈ വനിതകളെ ചാവേർ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദ് എന്നീ തീവ്രവാദ സംഘടനകൾ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് ജെയ്ഷെ മുഹമ്മദ് സ്ത്രീകളെ ഉപയോഗിച്ച് ചാവേർ സംഘടന പോലൊരു സംഘടന രൂപീകരിക്കുന്നു. അപ്പോൾ ഭാവിയിൽ വനിതാ ചാവേറുകളുടെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുമെന്നുള്ള സൂചനകളാണ് ഇതുവഴി പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, ദക്ഷിണേന്ത്യയിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ഓൺലൈൻ ശൃംഖല വഴി ഈ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സജീവമായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് അടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയ പ്രചാരണത്തിനാണ് ജമാഅത്തെ ഉൽ ഉമിനാത്തിന്റെ നീക്കം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മതത്തിന്റെ പേരിൽ സ്ത്രീകളെ പാട്ടിലാക്കി ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വനിതാ ബ്രിഗേഡുകൾ ലക്ഷ്യമിടുന്നു എന്നതാണ്. വിദ്യാഭ്യാസമുള്ള, നഗര കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കപ്പെടുന്ന വിദ്യാഭ്യാസമുള്ള മുസ്ലിം വനിതകളെ ലാക്കാക്കി കൂടി വൈകാരികമായിട്ടുള്ള ഉള്ളടക്കമുള്ള സർക്കുലറുകളിൽ മെക്കയുടെയും മദീനയുടെയും ഒക്കെ ചിത്രങ്ങൾ വച്ചുകൊണ്ട് ഇവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ശ്രമത്തിലേക്കുള്ള വലിയ പരിശ്രമങ്ങൾ കൂടി ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ഭീകര സംഘടന നടപ്പിലാക്കുന്നു എന്നതാണ്. വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2001 പാർലമെന്റ് ആക്രമണം, 2019 പുൽവാമ ചാവേർ ആക്രമണം, ഇവയിലൊക്കെ ഉൾപ്പെട്ട ഭീകര സംഘടനയാണ് ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന സംഘടന. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളും 4 കൂട്ടാളികളും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. അസറിന്റെ മൂത്ത സഹോദരി, അദ്ദേഹത്തിന്റെ ഭർത്താവ്, അനന്തരവൻ, ഭാര്യ, അവരുടെ അനന്തരവള്, കുടുംബത്തിലെ 5 കുട്ടികൾ എന്നിവരെയാണ് അന്ന് ആക്രമണത്തിൽ ഈ മസൂദ് അസറിന്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിന്റെ പകരം വീട്ടുക അല്ലെങ്കിൽ അതിന് പ്രത്യാക്രമണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭർത്താക്കന്മാരെ വരെ നഷ്ടപ്പെട്ടു പോയവർ അല്ലെങ്കിൽ ഭർത്താവിനെ കൊലയ്ക്ക് കൊന്നവർക്കെതിരെ പകരം വീട്ടാൻ വേണ്ടിയിട്ട് വനിതാ ചാവേറുകളെ ഉണ്ടാക്കിക്കൊണ്ട് ജെയ്ഷെ മുഹമ്മദ് മുന്നോട്ട് വരുന്നത്. വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഹമാസിനകത്തും ISSനകത്തും ഈ പറയുന്ന LTTക്കകത്തും ഒക്കെ അത്തരത്തിലുള്ള ചാവേറുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, രാജീവ് ഗാന്ധിയുടെ കൊലപാതകം അടക്കം അത്തരത്തിൽ LTTയുടെ ഈ ചാവേർ ആക്രമണത്തിൽ, വനിതാ ചാവേർ വിഭാഗത്തിൽ നിന്നുണ്ടായ ആക്രമണം കൊണ്ട് സംഭവിച്ചു പോയതാണ്. അത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഇനി നടന്നുകൂടാ എന്നില്ല.
അത്തരത്തിലേക്ക് നടപ്പിലാക്കുവാൻ ഒന്നാമത്തെ സിന്ദൂറിൽ ലഭിച്ചതിൻ്റെ പ്രത്യാക്രമണത്തിൽ നിന്ന് ഇതുവരെയും മുക്തരായിട്ടുള്ള പാകിസ്ഥാനും ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദും. അപ്പോൾ അടുത്ത പാകിസ്ഥാനിലുള്ള ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നും അല്ലെങ്കിൽ മറ്റ് തന്ത്രങ്ങൾ മെനയാൻ പോകുന്നുവെന്നും വീണ്ടും പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ വരുന്നത്. ഇത് വളരെയധികം അസ്വസ്ഥമാക്കുന്നുണ്ട് രാജ്യത്തെ, മാത്രമല്ല ലോകം വളരെ ആശങ്കയോടുകൂടി കാണുന്നുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംഘടനകളുടെ വരവ് എന്ന് പറയപ്പെടുന്നത്, വനിതകളെ ഉൾപ്പെടുത്തിയുള്ള വരവ് എന്ന് പറയപ്പെടുന്നത്, അത് നാളെ വരാൻ പോകുന്ന വലിയ ചാവേർ ആക്രമണങ്ങളുടെ മുന്നോടിയായിട്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രണ്ടാമതൊരു ഓപ്പറേഷൻ ഇന്ത്യ ഇനി ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ തീവ്രവാദ സംഘടനകളെയും അടിച്ചു നിലംപരിശാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയൊരു രണ്ടാമതൊരു സിന്ദൂർ ഓപ്പറേഷൻ കൂടി ഉണ്ടായാൽ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യവും അതിനകത്തുള്ള ഈ തീവ്രവാദ സംഘടനകൾ അടക്കമുള്ളവ ഉണ്ടാകില്ല. ഇനി അത്തരത്തിലൊരു രാജ്യം പോലും ഉണ്ടാകില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു.